ഞാൻ അവളോട് സംസാരിച്ച് നോക്കാം. അയ്യോ അത് വേണ്ട, അമ്മ ഒന്ന് ഫോൺ കൊടുത്താൽ മതി, ഞാൻ സംസാരിക്കാം. ശരി, ഞാൻ ഫോൺ മോൾക്ക് കൊടുക്കേ. മോളെ, മുതലാളിക്ക് മോളോട് സംസാരിക്കണമെന്ന്. പിടിക്കേ. കനകാംബരം മുതലാളി എന്നെ ഉപദ്രവിക്കാൻ വന്നു. തന്നെ കണ്ടപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹം ഇതാ, താൻ നോ എന്ന് പറയരുത്. എന്തായാലും എന്റെ ജോലിയുടെ കാര്യത്തിൽ ഇതോടൊരു തീരുമാനമായി. ഇനി ഞാൻ ആ വഴിക്ക് പോവില്ല. തൽക്കാലം നമുക്കിതിവിടെ ആരോടും പറയണ്ട. സച്ചേട്ടനൊക്കെ അറിഞ്ഞ ആകെ കുഴപ്പമാവും. അവിടെ ചെന്ന് അയാളെ വെട്ടി 2 തുണ്ടാക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അനക്കെ പോവാതിരുന്ന അത് എന്തുകൊണ്ടാണെന്ന് എല്ലാരും ചോദിക്കില്ലേ? തൽക്കാലം 1-2 ദിവസത്തേക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിൽക്കാം. അതിനുള്ളിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരമാ? ഇവന്മാരെ പോലുള്ളവർക്ക് കൊടുക്കുന്ന പണി നല്ല കിണ്ണം കാച്ചിയതായിരിക്കണം. നിന്റെ ദേഹത്ത് തൊട്ടവനെ നമ്മൾ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. ബെല്ലടിക്കാൻ സമയമായി, വേഗം ചെല്ല്. ശരി അച്ഛാ. അതെ, രണ്ടുപേരും കൂടെ ബ്രേക്ക് സമയത്ത് ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങരുത് കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി. ശരി അച്ഛാ. ടാറ്റാ. ടാറ്റാ. മോളെ, മോളെ, അച്ഛൻ വൈകിട്ട് വരാം കേട്ടോ. ശരി അച്ഛാ. അച്ഛനെന്താ? ബൈ അച്ഛാ. ശരി, പോയിട്ട് വാ. അച്ഛാ ടാറ്റാ. ടാറ്റ. മിസ് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞത് പഠിച്ചോ? അച്ഛാ, അച്ഛ ഇന്ന് നേരത്തെ വരണേ. എന്നെ സിനിമയ്ക്ക് കൊണ്ടാന്ന് പറഞ്ഞിരുന്നു, മറക്കരുതേ. ഇല്ല മോളെ, നേരത്തെ വരാം അച്ഛൻ. മോളെ ബാഗ്. അങ്ങനെ ബൈ, പോട്ടോ. ടാറ്റാ.
മോളെ നീ എന്താ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അത് അമ്മ, എനിക്ക് വല്ലാത്തൊരു തലവേദന. ഞാനിന്ന് ലീവാക്കിയാലോ എന്ന് ആലോചിക്ക. നോക്കട്ടെ. ഏയ്, ചൂടൊന്നുമില്ലല്ലോ മോളെ. ഇത്തിരി ബാം ഇട്ട് പുരട്ടിയാലേ ഈ തലവേന അങ്ങ് പമ്പ് കിടക്കും. നീ എന്താടി ഫോൺ എടുക്കാത്ത? ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും. എടുക്ക്. അത് കനകാംബരം മുതലാളിയാ. ആഹാ, എന്നിട്ടാണോ നീ ഫോൺ എടുക്കാതിരിക്കുന്നത്? അമ്മ, ഇങ്ങെടുത്ത് ഇങ്ങെടുക്ക്. അല്ല അമ്മേ. അമ്മേ. ഹലോ. ഹലോ, ആതിര. സാർ, ഞാൻ ആതിരയല്ല, ആതിരയുടെ അമ്മയാ. ആതിരമ്മോക്കെ വല്ലാത്ത തലവേദന. അവളിന്ന് ചിലപ്പോഴേ വരത്തുള്ളൂ. അയ്യോ, ആതിരയുടെ അമ്മ എന്തായി പറയുന്നേ? ഇവിടുന്ന് ഒരുപാട് അത്യാവശ്യ ജോലികളുണ്ട്. അയ്യോ, ആതിരയോടൊന്ന് വേഗം വരാൻ പറ. അഥവാ ഇവിടെ വന്ന ശേഷം തലവേദന വന്നാലേ തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ആശുപത്രിയില്ലേ, ആതിരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഞാൻ അവളോട് സംസാരിച്ച് നോക്കാം. അയ്യോ, അത് വേണ്ട. അമ്മയൊന്ന് ഫോൺ കൊടുത്താൽ മതി, ഞാൻ സംസാരിക്കാം. ശരി, ഞാൻ ഫോൺ മോൾക്ക് കൊടുക്കേ. മോളെ, മുതലാളിക്ക് മോളോട് സംസാരിക്കണമെന്ന്. പിടിക്കേ, സംസാരിക്കാം.